ഹലോ. ഈ വീഡിയോ നമ്മുടെ പതിവിന് വിപരീതമായിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് പോലെയാണ്. കുക്കിങ്ങും ക്രോഷയൊന്നുമല്ല. ഇത് ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഞങ്ങൾ ആലപ്പുഴ പോയി. എല്ലാ പ്രാവശ്യവും ക്രിസ്മസിന് ഒന്നുകിൽ എൻ്റെ വീട്ടിലോ, എൻ്റെ പേര് ആഷ്ലി എന്നാണ്, അത് അതിൻ്റെ ഇടയിൽ ഞാൻ പറയാം, എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ബിനോയുടെ വീട്ടിലോ ഞങ്ങളുടെ പേരൻസ് എല്ലാവരും വരും. എൻ്റെ സിബ്ലിങ്, എൻ്റെ അനിയൻ വരും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടുകയാണ് പതിവ്. ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു അത് വേണ്ട, അതിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, എവിടെയെങ്കിലും ഒരു സ്റ്റേക്കേഷന് പോകാം എന്നൊക്കെ. അങ്ങനെ ഞാൻ വിചാരിക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ ഫാമിലിയായിട്ട് ഇതുപോലെ ഒരു സ്റ്റേക്കേഷന് പോയത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു എപ്പോഴേലും എനിക്കും പപ്പ മമ്മിമാരെയും കൊണ്ട് ഇങ്ങനെ പോകണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസിനാവാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നെങ്കിൽ സ്ത്രീകളെല്ലാവരും കുക്കിംഗ് ആയിരിക്കും രാവിലെ മുതൽ രാത്രി വരെ, പുരുഷന്മാരെല്ലാവരും ക്ലീനിങ് ആയിരിക്കും. ഇത് തന്നെയാണ് എല്ലാ ക്രിസ്മസിനും പതിവ്. അപ്പോൾ നമുക്കൊരു ചെറിയ വെറൈറ്റി പിടിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങളിതേ ആലപ്പുഴ വന്നേക്കാണ്. ക്രിസ്മസ് സമയം ആയതുകൊണ്ട് ഈ ഹോട്ടൽസിലൊക്കെ ബുക്കിംഗ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണല്ലോ. അതുകൊണ്ട് പക്ഷേ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് ഞങ്ങളൊരു 3-4 ആഴ്ച മുമ്പേ ബുക്ക് ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾ പഗോഡ എന്ന് പറയുന്ന ആലപ്പുഴയുള്ളൊരു റിസോർട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഞാനിതിലെ എല്ലാ കാര്യങ്ങളും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ചില സമയത്ത് ഞാൻ മറന്നു പോകും വീഡിയോ എടുക്കണം, ഇത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം പൊതുവേ ഞാൻ എടുക്കാറുള്ള വീഡിയോസ് ഒന്നെങ്കിൽ കുക്കിംഗ് അല്ലെങ്കിൽ ക്രോഷേ ട്യൂട്ടോറിയൽസൊക്കെ ആണല്ലോ. അതൊക്കെ ഒറ്റ ഇരിപ്പിൽ അങ്ങോട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഓരോ സമയത്തെയും സാധനങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഞാൻ വിട്ടുപോകും. പിന്നെ പ്രത്യേകിച്ചും ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ പോയിട്ട് വേറെ ഒന്നും എൻ്റെ തലയിൽ കൂടെ ഓടില്ല. ഇത് എങ്ങനെ എവിടുന്ന് തുടങ്ങണം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ളവരും. ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു ഓരോ സാധനങ്ങൾ കാണുമ്പോൾ എന്നെ വീഡിയോ എടുക്കാൻ ഓർമ്മിപ്പിക്കണമെന്ന്. പക്ഷേ ഒരാൾ പോലും എന്നെ ഓർമ്മിപ്പിച്ചില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ ഇപ്പം ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. എൻ്റെ പേരൻസ് ചെങ്ങന്നൂരിൽ നിന്നും ഞങ്ങൾ കോട്ടയത്താണ് എന്നെ കെട്ടിച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ കോട്ടയത്തു നിന്നും ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയാണെങ്കിലും ചെങ്ങന്നൂരിൽ നിന്ന് അവർക്ക് റിസോർട്ടിലേക്ക് വരുന്നതിലും കുറച്ച് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞങ്ങൾക്ക് റിസോർട്ടിലേക്ക് എത്താൻ. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പോശെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാര്യം ഞങ്ങൾ ആലപ്പുഴ ജില്ലയൊക്കെ ആണെങ്കിലും ചെങ്ങന്നൂരിൽ നിന്ന് ആലപ്പുഴയിലോട്ട് അത്യാവശ്യം നല്ല ദൂരം ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് തവണകളെ ഞങ്ങൾ ആലപ്പുഴ പോയിട്ടുള്ളൂ. പിന്നെ എൻ്റെ വീടിൽ നിന്നൊരു 2 വീട് അപ്പുറത്ത് 3-4 വീട് അപ്പുറത്ത് ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ട ജില്ല. അവിടെയൊക്കെ വരുന്നത് പത്തനംതിട്ട എഡീഷനിലെ പത്രമാണ്, ഞങ്ങൾക്ക് വരുന്ന ആലപ്പുഴ എഡീഷനിലെ പത്രമാണ്. അപ്പോൾ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം പോയതറിഞ്ഞില്ല. ഇതേ ഞങ്ങളിപ്പോൾ റിസോർട്ടിലെത്തി. ഇതായിരുന്നു പഗോഡ റിസോർട്ട്സ്. ഞങ്ങൾക്ക് ഇവിടുത്തെ സെറ്റപ്പൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കൂടുതൽ ഞാൻ കാണിക്കാം കേട്ടോ കോട്ടേജൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഈ റിസോർട്ടിൽ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ വിചാരിച്ചു വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ലഞ്ച് കഴിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ളൊരു ബ്രദേഴ്സ് എന്ന് പറയുന്ന അപ്പു സജസ്റ്റ് ചെയ്തൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ നോക്കി, പക്ഷെ അവിടെ പാർക്കിംഗ് ഭയങ്കര സീനാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എൻ്റെ പപ്പ കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വൻ ലഹള ഉണ്ടാക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ റിസോർട്ടിലേക്ക് തന്നെ വന്നു. റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നല്ല സമയമെടുക്കുമെന്ന്. അങ്ങനെ ഞാനും ബിനോയും അപ്പും കൂടെ പുറത്തിങ്ങനെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി. ആ ബ്രദേഴ്സിൽ നല്ല ഫുഡാണ്. ഫുഡ് റെഡി ആകുമ്പോൾ ഞങ്ങൾ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്ത് ഓരോ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങിയതാണ്. ക്രിസ്മസ് സമയം ആയതുകൊണ്ട് ക്രിസ്മസ് പുൽക്കൂടും ട്രീയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഈ താറാവ്, ടർക്കി. ഈ ടർക്കി എന്നെ കുത്താൻ വന്നതാട്ടോ, പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഫോൺ കയ്യിൽ താഴെ പോയായിരുന്നു. അതിനെയൊക്കെ ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നടന്ന് ഞങ്ങളവിടെ ഒരു ബിയർ വൈൻ പാർലർ കണ്ടുപിടിച്ചു. ഈ റിസോർട്ടിനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ എന്ന് ഓർത്തിട്ട് എന്നാൽ പിന്നെ അതിനകത്തിരുന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനകത്ത് കയറി. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് നിനക്ക് 2 വാക്ക് സംസാരിക്കും. എൻ്റെ 100ഓളം ഫ്രണ്ട്സിനോട്.
അതെ, ആൽക്കോഹോൾ കൺസപ്ഷൻ ഇസ് റിയലി ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് കേട്ടോ. പിന്നെ ക്രിസ്മസ് ഓണമൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്ത് ക്ഷമ നശിച്ചപ്പോൾ പപ്പായ ഞങ്ങളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹായ് പറയൂ. കേട്ടോ ഇറക്കേറ് ഫുൾ അതുവഴി ഇറങ്ങണം. അങ്ങനെ ഫുഡൊക്കെ വന്നു. ഫുഡൊന്നും ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഫിഷ് കറി മീൽസ്, ബിരിയാണി, പൊറോട്ട, നെയ്മീൻ, കരിമീൻ ഇതൊക്കെ കഴിച്ച് നല്ല കുശാലായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നുകൂടെ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടുത്തെ ഈ ഇൻ ഹൗസ് സ്പാ കാണുന്നത്. അപ്പോൾ അവരൊരു ലീഫ്ലെറ്റ് പോലെ തന്നു. അതിനകത്ത് ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പാ, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നമ്മുടെ കോട്ടേജിലേക്ക് പോവുകയാണ്. ഞങ്ങളിങ്ങനത്തെ 3 കോട്ടേജുകളാണ് ബുക്ക് ചെയ്തത്. അവിടെ അതല്ലാതെ റൂംസ് അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങൾ ഇൻഡിവിജ്വൽ 3 കോട്ടേജുകളാണ് ബുക്ക് ചെയ്തത്. പപ്പ മമ്മിമാർക്ക് 2 കോട്ടേജ് വീതവും, പിന്നെ എനിക്കും ബിനോയ്ക്കും അപ്പൂനും 1 കോട്ടേജ്. അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും പിന്നെ ഏത് പ്രോപ്പർട്ടി ബുക്ക് ചെയ്താലും അവിടുത്തെ ആംബിയൻസ് ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാമായിരിക്കണം, ക്വയറ്റായിരിക്കണം, കിളികളുടെ കളകളാരവം. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യമായിരുന്നു, ഒരു പൂളും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും ബുക്ക് ചെയ്യുകയാണെങ്കിൽ പൂളാണ് ആദ്യം നോക്കുക, പിന്നെ ആണ് പ്രൈസ് നോക്കുന്നത്. അപ്പോൾ ഈ പൂളും പ്രൈസും കൂടെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമേ ഞങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങാറുള്ളൂ. ഇതിവിടെ അത്യാവശ്യം ഒരു വലിയ പൂളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും ഒന്ന് കിടന്ന്, ഇപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞതല്ലേ, ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബീച്ചിൽ പോയി സൺസെറ്റും കണ്ട് വൈകിട്ട് എല്ലാവർക്കും കൂടെ പൂളിൽ ചാടാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ പതിവുപോലെ അങ്ങനെ അത്ര സ്മൂത്തായിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കരുത് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ആ ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ വഴിയേ പറയാമേ. ഇതായിരുന്നു കേട്ടോ ആ പൂള്. അത്യാവശ്യം വലിയ പൂളായിരുന്നു. പിന്നെ വെള്ളമൊക്കെ നല്ല ക്ലിയർ വെള്ളമായിരുന്നു. കുറച്ച് ആളുകളൊക്കെ അവിടെ സ്വിം ചെയ്യാനും വെറുതെ കാല് വെള്ളത്തിലിട്ടിരിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പ്രശ്നം എന്താ? ഇവിടെ ഞങ്ങൾക്ക് 3 റൂം തന്നു. എന്നിട്ട് ഞങ്ങൾ വന്നേക്കുന്ന പഗോഡ റിസോർട്ടിലാണ്. എന്നിട്ട് 3 റൂം തന്നു. 2 റൂം റെഡി ആയിട്ടുള്ളൂ. 2 റൂം റെഡിയായി, ഇനി 1 റൂം റെഡി ആവാനുണ്ട്. എത്ര മണിക്കെന്നാ പറഞ്ഞത്? 2 മണിക്കെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 3:30 ആയി. ഇവിടെ എന്ത് നടക്കുന്നു? അഴിമതി. ബിനോയുടെ ആ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ ഒരു അഴിമതി? സോറി, അനീതി എന്നാണ് ഉദ്ദേശിച്ചത്. അഴിമതി എന്ന് വായിൽ വന്നതാട്ടോ. ഒരു അനീതി നടക്കുന്നത് ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന ആളെ പോലെ ഉണ്ടോ? വളരെ കാമായിട്ടൊരാൾ ചേട്ടാ ചേച്ചി എന്തെങ്കിലും നടപടിയുണ്ടോ എന്നറിയാൻ വേണ്ടി നിൽക്കുന്ന പോലെ ഇല്ലേ? അതാണ് ഇവിടുത്തെ അവസ്ഥ. ടി വി കാണുന്നതിൻ്റെ ഇടയിൽ അഴിമതി എന്തായി നോക്കിയിട്ട് വന്നിട്ടറിയാം. വിഷമമുണ്ടോ? നമ്മൾ സ്പാ ചെയ്യുന്നുണ്ടോ? എല്ലാവരും ഒരു ഉച്ചയുറക്കൊക്കെ പാസ്സാക്കി ഒരു 4, 4:30, 5 മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബീച്ചിലേക്ക് പോയി. ബീച്ച് അവിടുന്ന് എന്തോ 2 കിലോമീറ്റർ കഷ്ടി എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ സൺസെറ്റ് കാണരുത് എന്നായിരുന്നു ഈ യാത്രയുടെ തീരുമാനം. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ബ്ലോക്ക്. വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാനോ, പിന്നെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഒരുപാട് ദൂരെയാണ്. അത്രയും ദൂരെ പപ്പായയും കൊണ്ട് നടന്ന് വരലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എവിടാണ്ടൊക്കെ ക്രോസിങ് വരുന്നു, കുറേ ട്രെയിൻ പോകുന്നു.
അവിടെ എന്തോ ഒരു കാർണിവൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ കറങ്ങി 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 നോക്കി എവിടെയെങ്കിലും ഒന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ, സൺസെറ്റ് കാണാമെന്ന്. പക്ഷെ കണ്ടില്ല. ഇങ്ങനെ വണ്ടി പോകുന്നതിൻ്റെ ഇടയിൽ അഭ്രപാളികളിൽ വേണ്ട, അത്ര ടഫ് ആക്കുക ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ സൺ അവിടെ ഉണ്ട്, അതിപ്പോൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് മാത്രം ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്കത് കാണാൻ സാധിച്ചില്ല. വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കും ബിനോയ്ക്കും, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര, ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത് ബീച്ച് പേഴ്സൺ എന്നാണ്. കാരണം മൗണ്ടെയിൻ നമ്മളെ കൊണ്ട് കയറാൻ സാധിക്കില്ലല്ലോ. മൗണ്ടെയിൻ പോയിട്ട് ഒരു ഫ്ലോർ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ ഇവിടെ അണച്ച് തകരുവാണ്. അപ്പം ഞങ്ങൾ ബീച്ച് പേഴ്സൺസാണ്. അപ്പം ഞങ്ങൾക്ക് ഈ സൺസെറ്റും സൺറൈസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ആലപ്പുഴ ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ നമുക്ക് സൺസെറ്റ് കാണാം, കടലിലിറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അത് നടക്കാതെ വന്നതിൻ്റെ ഒരു നിരാശ ഞങ്ങളിലുണ്ട്. പിന്നെ ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് എല്ലാ പള്ളികളും വീടുകളും ഒക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരുപാട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് തിരിച്ചു പോയി. ബീച്ച് കണ്ടില്ല, എന്നാൽ പിന്നെ ഇവിടുത്തെ പൂളെങ്കിൽ പൂളെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും വരുമായിരിക്കും. തണുപ്പുണ്ടോ? സത്യം, ആഴമുണ്ട്. ഫോട്ടോ അല്ല, വീഡിയോ ഒന്ന് അങ്ങോട്ട് നീന്തിക്കാം. മമ്മി ജനിച്ചതും വളർന്നതും കോട്ടയം പാമ്പാടിയിലാണെങ്കിലും മമ്മിയുടെ അമ്മ വീട് പുതുപ്പള്ളി ആറിൻ്റെ അടുത്തായിരുന്നു. അതുകൊണ്ട് മമ്മി വെക്കേഷനൊക്കെ പോകുമ്പോൾ പുതുപ്പള്ളി ആറ്റിൽ പോയി മമ്മി നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഈ നീന്തൽ എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ മറക്കില്ല കേട്ടോ. നമ്മളിങ്ങനെ എപ്പോഴും നീന്തണം പ്രാക്ടീസ് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മളങ്ങ് നീന്തി പോകും, മറക്കത്തില്ല. ഞാൻ നീന്തൽ പഠിച്ചത് ഞങ്ങളുടെ വീട് പമ്പയാറിൻ്റെ തീരത്താണ്. അപ്പോൾ എൻ്റെ പപ്പ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പപ്പ ഷിപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 10 മാസം പപ്പ ഷിപ്പിലും 2 മാസമായിരുന്നു പപ്പയ്ക്ക് വെക്കേഷൻ. ആ സമയത്ത് പപ്പ വരുമ്പോൾ ഞങ്ങളുടെ ആകെ ഡിമാൻഡ് ഞങ്ങളെ സ്വിമ്മിങ് പഠിപ്പിക്കണം എന്നായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ അനിയനും സ്വിമ്മിങ് അറിയാം. എൻ്റെ ഏറ്റവും വലിയൊരു ഫ്ലെക്സാണ് നീന്തൽ അറിയാം എന്നുള്ളത്. ബിനോയ് അവിടെ കരയ്ക്ക് നിൽപ്പുണ്ട്. ബിനോയ്ക്ക് നീന്തൽ അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഒരുപാട് അഹങ്കാരത്തോടു കൂടിയല്ല, ഒരു അഭിമാനത്തോടു കൂടി പറയുന്നൊരു സാധനമാണ്, നിങ്ങൾക്ക് നീന്തൽ അറിയില്ല. അത് വളരെ ആവശ്യമുള്ളൊരു ലൈഫ് സ്കില്ലാണ് കേട്ടോ, നീന്തൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കളിക്കുമായിരുന്നു. എനിക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് നീന്തൽ എന്നുള്ള അഭിപ്രായമാണ് കേട്ടോ എനിക്കുള്ളത്. സൺസെറ്റ് കാണാൻ പറ്റാത്ത നിരാശയിലും പിന്നെ ചെറിയൊരു പനിക്കോളം ഉള്ളത് കൊണ്ടും അപ്പവും വേറെ ആരും വെള്ളത്തിൽ ഇറങ്ങിയില്ല. ഞാനും മമ്മി മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അയ്യോ, അത് സ്റ്റാർട്ടല്ല. നോക്കിക്കേ, കൂടുതൽ ഒറിജിനൽ ആയി പോയോ? ഞാനാണെങ്കിൽ രാത്രി മൊത്തം അയ്യോ സൺസെറ്റ് കാണാൻ പറ്റിയില്ല, ആലപ്പുഴ വരെ വന്നിട്ട് കടൽ കാണാതെ എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞ് ചെവി തിന്നതുകൊണ്ടായിരിക്കും. ബിനോയ് രാവിലെ തന്നെ അലാറമൊക്കെ വെച്ച് എന്നെ എണീപ്പിച്ചിട്ട് പറഞ്ഞു, സൺസെറ്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ നമുക്ക് സൺറൈസ് കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഓർത്തു, ഓക്കെ സൺറൈസ് എങ്കിൽ സൺറൈസ്. അങ്ങനെ ഞങ്ങൾ മരാരി ബീച്ചിൽ വന്നു. മരാരി ബീച്ചിൽ വരാൻ കാരണം ആലപ്പുഴ ബീച്ചിൽ സൺസെറ്റ് ചെയ്തതുകൊണ്ട് ഇനി അവിടെ തന്നെ സൺറൈസ് ചെയ്യില്ലല്ലോ, കിഴക്കും പടിഞ്ഞാറും ആണല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മരാരി ബീച്ചിൽ വന്നതാണ്. ഗൂഗിൾ ചേച്ചിയാണ് ഞങ്ങളെ ആക്ച്വലി ചതിച്ചത്. പുള്ളിക്കാരത്തി ഞങ്ങളോട് പറഞ്ഞു മരാരി ബീച്ചിൽ പോയാൽ നിങ്ങൾക്ക് സൺറൈസ് കാണാൻ പിള്ളേരായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ സൺറൈസ് ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. പക്ഷേ സാരമില്ല, ബീച്ച് കണ്ടു, ഇപ്പുറത്തെ സൺറൈസും കണ്ടല്ലോ, രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് മനസ്സിൽ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എന്ത് തോന്നുന്നു?
ബീച്ച് കാണേണ്ടതിൽ ഹാപ്പിയാണോ? ഞാൻ രാവിലെ അലാറം വെച്ച് വിളിച്ചതിനോട് സന്തോഷമുണ്ട്. നന്ദിയുണ്ട്. ബ്യൂട്ടിഫുൾ കളേഴ്സ്. മുടി ഫുൾ എന്തോ പോലായി. ആ പൂളിലെ വെള്ളം ക്ലോറിൻ വെള്ളം ആയതുകൊണ്ട് മുടി ഫുള്ള് പപ്പിരിന്നിരിക്കുന്നു. ഷാമ്പൂ ഇട്ട് കഴുകിയതാണ്. ഈ കടൽ എന്ന് പറയുന്ന ഒരു വേറെ കൈൻഡ് ഓഫ് പീസാണല്ലേ. എന്ത് രസമാണ് ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാണാൻ. എല്ലാവർക്കും ഇത് ഇതുപോലെ ഇഷ്ടമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കിങ്ങനെ കടലിലേക്ക് നോക്കി മണിക്കൂറുകൾ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കടലിലൊക്കെ വെറുതെ ഇങ്ങനെ പോയി ഇരിക്കാറുണ്ട് വെയിലില്ലാത്തപ്പോൾ. വെറുതെ ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ വരുന്നതും പോകുന്നതും കാണാൻ ഭയങ്കര രസമാണ്. അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. ഞാനാണെങ്കിൽ ഫുൾ പ്ലാനിങ് ആയിരുന്നു. ഞാൻ രണ്ട് ബണ്ടാന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തുകൊണ്ട് വരണം. അത് തലയിൽ കെട്ടി ബീച്ചിൽ സൺസെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം, ഒരു റീൽ എടുക്കണം, എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് അതെല്ലാം എടുത്തുകൊണ്ടാണ് വന്നത്. ഇന്നലെ അതെല്ലാം ക്യാരി ചെയ്തുകൊണ്ടായിരുന്നു ആലപ്പുഴ ബീച്ചിൽ പോയത്. പക്ഷേ ബ്ലോക്ക് കാരണം കാണാൻ പറ്റിയില്ലല്ലോ. ഇന്ന് പക്ഷേ അതെടുക്കാൻ മറന്നുപോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നാമതവിടെ വിസിബിലിറ്റി ഇല്ല. നമ്മൾ സൺറൈസ് ഇവിടെയാണ്, ഇവിടെ ബീച്ച് ഇവിടെയാണ്. ദാറ്റ്സ് ഓക്കെ. രാവിലെ എണീറ്റ് വരാനെങ്കിലും പറ്റിയല്ലോ. ഇച്ചിരി വലിയ ഇപ്പൊ ചെരുപ്പ് പോയേനെ. എങ്ങനെയുണ്ട് കാല് നനച്ചിട്ട്? സണ്ണും ബീച്ചും എല്ലാം കണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് അവിടെ നിന്ന് രാവിലെ എണീറ്റ് പോകുന്നതാണല്ലോ. വീട്ടുകാരോട് ഞങ്ങളിവിടെ ഉണ്ടെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങളിനി തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. കാരണം അവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ചെക്കൗട്ട് ചെയ്തിട്ട് പതുക്കെ നമുക്ക് പോവാം. ഉച്ചയ്ക്ക് ലഞ്ച് നമുക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും ആക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ടർക്കികളുടെ പുറകെ അതിനുശേഷം ഒരുപാട് പ്രാവശ്യം നടന്നു എൻ്റെ വീട്ടുകാരുടെ പ്രസൻസ്. ഇതുങ്ങൾ എന്നെ വന്ന് കൊത്തുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ദേ വർ ഓൺ ദെയർ ബെസ്റ്റ് ബിഹേവിയർ. നേരത്തെ പക്ഷേ അവരങ്ങനെയല്ലായിരുന്നു. ഇന്നലെ എന്തായാലും കോട്ടേജിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും കൂടെ എടുത്ത് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഗരുഡഗിരി ഷാപ്പിലേക്കാണ് പോയത്. എൻ്റെ അനിയൻ ആദ്യം വേറൊരു സ്പോട്ടാണ് പറഞ്ഞത്. ഇത് കണ്ടോ, ആ ഗരുഡഗിരി ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ എന്തൊരു പച്ചപ്പും ഹരിതാഭയുമാണെന്ന്. എൻ്റെ അനിയൻ വേറൊരു ഷാപ്പാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ എന്തോ അതൊരു ഐലൻഡ് പോലെയാണ്, നമ്മളൊരു തോണിയിൽ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പനെയും കൊണ്ട് ആ വഴിയൊന്നും പോകൽ നടക്കില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്തതായിരുന്നു ഗരുഡഗിരി ഷാപ്പ്. എൻ്റെ ദൈവമേ, ഇവിടുത്തെ ഫുഡ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ ഒരു ഷാപ്പിൻ്റെ ലുക്കില്ല ഇത് മൊത്തത്തിൽ. നമ്മളിങ്ങനെ കാണാറുള്ള ഷാപ്പുകളൊക്കെ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സെറ്റപ്പ് അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങൾ രണ്ട് കൂട്ടരും രണ്ട് വഴി പിരിഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഫുഡൊക്കെ? അമ്മയ്ക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഗരം ഫുഡ്. വ്ളോഗിൽ വരും ഇതല്ല. താറാവ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ. സൂപ്പർ ഫുഡ്.